ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ക്രാബാണ് ഹൈക്കി ക്രാബ്. ഒറ്റ നോട്ടത്തിൽ ഒരു ജാപ്പനീസ് സമുറായിയുടെ മുഖമാണെന്നേ തോന്നുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ജപ്പാനിൽ ഒരു മിത്തോളജി തന്നെ നിലവിലുണ്ട്. 1185 സമുദ്രത്തിൽ ഒരു യുദ്ധം നടന്നിരുന്നു. ആ യുദ്ധത്തിൽ ഹൈക്കി എന്നു പേരുള്ള ഒരു സമുറായി കൊല്ലപ്പെട്ടു. വെള്ളത്തിൽ മുങ്ങിയാണ് അദ്ദേഹം മരണമടയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന ക്രാബുകളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ ക്രാബുകൾ അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രം എന്താണെന്ന് പരിശോധിച്ചാൽ അത് ഇതിനേക്കാളും രസകരമാണ്. കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ജപ്പാനിലെ മീൻപിടുത്തക്കാർ ധാരാളം ക്രാബുകളെ വേട്ടയാടി പിടിക്കും. ഇങ്ങനെ പിടിക്കുന്ന ക്രാബുകൾക്ക് മനുഷ്യൻ്റെ മുഖത്തോട് എന്തെങ്കിലും ഒരു സാദൃശ്യമുണ്ടെങ്കിൽ അവർ ബഹുമാനപൂർവ്വം അതിനെ സമുദ്രത്തിലേക്ക് തന്നെ പറഞ്ഞു വിടും. അവരുടെ വിശ്വാസം അനുസരിച്ച് അത് മുൻപുണ്ടായിരുന്ന വ്യക്തികളുടെ പുനർജന്മമാണ്. അങ്ങനെ നിരന്തരമായിട്ട് അവർ ഇപ്രകാരം ചെയ്തതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മുഖത്തോട് എന്തെങ്കിലും ഒരു ചെറിയ സാദൃശ്യമുള്ള ക്രാബുകളെ ഒന്നും അവർ വേട്ടയാടിയില്ല. പിന്നീട് ഉണ്ടായി വന്നതെല്ലാം മനുഷ്യൻ്റെ മുഖത്തോട് ചായവുള്ള ക്രാബുകൾ മാത്രമാണ്. കാരണം അവരുടെ പിൻഗാമികൾ മാത്രമാണ് നിലനിന്ന് വന്നത്. ഒടുവിൽ ജപ്പാൻ്റെ തീരങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന മിക്ക ക്രാബുകൾക്കും മനുഷ്യൻ്റെ മുഖത്തോട് ഒരു സാദൃശ്യമുണ്ട്. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.